നിന്റെ മിഴികളിൽ തെളിയുന്ന ആത്മവിശ്വാസ പ്രകാശം നിന്നിലാകെ ശോഭ നിറയ്ക്കും. നീ ഒരിക്കൽ തെറ്റു ചെയ്തിരിക്കാം. അത് തിരുത്തി മുന്നോട്ടു പോകുവാനും തെറ്റുകളെ പുനരാവർത്തിക്കാതിരിക്കുവാനും എന്ന് ശ്രമിക്കുന്നുവോ അന്നാണ് നീ ഒരു മനുഷ്യനാവുന്നത്. നീ ഒരിക്കൽ മറ്റൊരുവനെ നോക്കി അസൂയപ്പെട്ടിരിക്കാം. അവനവനിൽ എന്ത് കഴിവുകളും പരിമിതികളും ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെടുകയും സ്വന്തം കഴിവുകളും താല്പര്യങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും തിരിച്ചറിഞ്ഞ് സ്വന്തം വഴി രൂപപ്പെടുത്തിയെടുക്കുകയും നമ്മെപ്പോലെ തന്നെ ദൈവസൃഷ്ടിയാണ് മറ്റുള്ളവരെന്നും അവർക്ക് അവരുടെ കഴിവുകളും വൈദഗ്ധ്യങ്ങളും അവരുടെ ജീവിത വൈശിഷ്ട്യങ്ങളാണെന്നുള്ളതും ഏവരെയും ദൈവം അവരവർക്ക് അനുയോജ്യമായ തരത്തിലുള്ള മികവുകളും ജീവിത രീതികളുമാണ് നൽകിയിട്ടുള്ളതെന്നും ഉള്ളതിൽ നിന്ന് എങ്ങനെ സ്വന്തം മികവ് തെളിയിക്കാമെന്നുള്ളതുമായ തിരിച്ചറിവോടെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും ബഹുമാനിക്കുകയും ചെയ്തു തുടങ്ങുമ്പോഴുമാണ് നീ വീണ്ടും മനുഷ്യനാകുന്നത്. സ്വന്തം ജീവിതത്തിനു വേണ്ടി പ്രയത്നിക്കുവാനുള്ള യാത്രയിലാണ് ഓരോരുത്തരുമെങ്കിലും ഒപ്പം വരുന്നവരെയും തളരുന്നവരെയും പരാജിതരെയും നമ്മെ കൊണ്ട് കഴിയുന്ന സഹായം നൽകുന്നതിൽ വിയോജിക്കുകയരുത്. കാരണം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായല്ല ഒരിക്കലും മനുഷ്യജന്മം എടുത്തിട്ടുള്ളത്. സഹജീവനുകളെ സഹായിക്കുവാനും എല്ലാവിധ കാര്യകാരണങ്ങളിലുമുള്ള ചിന്താശേഷിയോടെ പ്രവർത്തിക്കുവാനും മറ്റുള്ളവരുടെ അവസ്ഥകളെ മനസ്സിലാക്കുവാനും അതിലൂടെ ഈ ഭൂമിയെ തന്നെ നിലനിർത്തുവാനുമുള്ള ശക്തി ഓരോ മനുഷ്യന്റെ പ്രവൃത്തികളിലും അടങ്ങിയിട്ടുണ്ട്.